കിഷ്കിന്ത കാണ്ഡം, കിഷ്കിന്ത ദ ഫോറസ്റ്റ്, കാടുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ പോലും കാണാതെയാണ് ഈ സിനിമ കാണുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു മാസ്റ്റർ പീസാണ്. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഇത്രയേറെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിനിമ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അത്രയേറെ ഫ്രഷ് സബ്ജക്റ്റാണ്, പുതുമയുള്ള തിരക്കഥയാണ്, പുതുമയുള്ള ആഖ്യാനമാണ്, പുതുമയുള്ള കഥാ പശ്ചാത്തലമാണ്, പുതുമയുള്ള ചലച്ചിത്ര അനുഭവമാണ്. അതിനെല്ലാം അപ്പുറം പകരം വയ്ക്കാനില്ലാത്ത പെർഫോമൻസുകളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. വിജയരാഘവൻ ഒരു വിരമിച്ച റിട്ടയർഡ് പട്ടാള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ തോക്ക് മിസ്സിങ് ആവുന്നു. അപ്പോഴേ നമ്മൾ വിചാരിക്കും, തോക്കിനി ആ തോക്ക് അവനെങ്കിലും അടിച്ചുകൊണ്ട് പോയി അവ എവിടെയെങ്കിലും വെടിവെക്കുവാരെങ്കിലും ആ വള്ളി അവരെ തലയിരിക്കും, അതിൻ്റെ പുറകെ കിടക്കും, ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ വേറെ രീതിയിൽ നമ്മൾ വിചാരിക്കും, എന്നാൽ അങ്ങനെയല്ല. പിന്നെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ വിചാരിക്കും, എന്നാൽ അങ്ങനെ ഒന്നും ഈ പടം പോകില്ല. ഇത് വേറെ രീതിയിലാണ് ഈ സിനിമ പോണത്. അങ്ങനെ തുടങ്ങി ഈ വിഷയത്തിലൂടെ കയറി കഥാപാത്രങ്ങൾ, പശ്ചാത്തലങ്ങൾ, ക്യാരക്ടറൈസേഷൻ, ഇതൊക്കെ ഇങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത് പോയിട്ട് ഈ സമയത്തൊക്കെ നല്ല സ്ലോയിലാണ് പടം പോണത്. വളരെ പതുക്കെയാണ് പോണത്. ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കാം, എല്ലാം ഉണ്ട്. ഇൻ്റർവെൽ ആകുമ്പോഴേക്കും പടം ഒന്ന് ഹൈ ആയി, പിന്നെ അങ്ങോട്ട് ഭയങ്കര മിസ്റ്ററി ആയിട്ട്, ഭയങ്കര സസ്പെൻസായിട്ട്, ഒരുപാട് ട്വിസ്റ്റുകളോടെ അടുത്തെന്ത് സംഭവിക്കുന്നുള്ള ആകാംക്ഷ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പരിപൂർണതയിൽ എത്തുമ്പോഴേക്കും പടം കയറി അങ്ങ് ഹൈ ആവും കേട്ടോ. അപ്പം ഞാൻ ഇരുന്ന് ഈ ആദ്യം സ്ലോ ആയി തോന്നിയ ഭാഗങ്ങളൊക്കെ വീണ്ടും റിയലൈസ് ചെയ്ത് ആലോചിക്കുമ്പോഴുണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. എനിക്കിപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇതുവരെയും മാറിയിട്ടില്ല. ഈ സിനിമ കണ്ട് കഴിയുമ്പോഴേ എന്തൊരു എഴുത്തടേ, എങ്ങനെയാണ് എഴുതി വെക്കണത്. ഇത് എഴുതിയിരിക്കുന്ന ആൾ ഗുൽ രമേശാണ് എഴുതിയിരിക്കുന്നത്. പുള്ളിക്കാരൻ ബേസിക്കലി ഒരു സിനിമാറ്റോഗ്രാഫറാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് ഗൂഗിളിൽ പറയുന്നത്. ദിനിജിത്ത് അയ്യത്താനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കക്ഷി അമ്മണിപ്പിള്ളയുടെ ഡയറക്ടറാണ്. കിടിലൻ ഡയറക്ഷൻ. ഇതിലെ പെർഫോമൻസുകൾ എനിക്ക് സീൻ ബൈ സീന് എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. അത്രയ്ക്ക് സാധനങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ഇതിലെ മെയിൻ ക്യാരക്ടർ വിജയരാഘവൻ തന്നെയാണ്. ആസിഫ് അലി അല്ല, ആസിഫ് അലി ഉണ്ട്, പക്ഷേ പോയിൻ്റ് ഓഫ് അട്രാക്ഷൻ വിജയരാഘവനാണ്. വിജയരാഘവൻ്റെ കഥാപാത്രം തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും ഈ പട്ടാളക്കാർ ചിലരൊക്കെ റിട്ടയറായി വന്ന് കുറേ കാലം വീട്ടിലൊക്കെ ആകുമ്പോഴേക്കും അവർ വേറൊരു യൂണിവേഴ്സിലുള്ള ആൾക്കാരെ പോലെയാണ് പെരുമാറുന്നത്. അവരാണ് ഏറ്റവും വലുത്, ബാക്കിയുള്ളവർ അവരുടെ കീഴിലാണ്. അവർ ഓർഡർ ഇടുന്നു, ബാക്കിയുള്ളവർ അത് അനുസരിക്കണം, ആരും തിരിച്ചൊന്നും പറയാൻ പാടില്ല. അതിൻ്റേതായ ഈഗോയും അവരുടേതായുള്ള ഒരു കംഫർട്ട് സോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പതുക്കെ ഈ ക്യാരക്ടറിന് വേറെ മാനങ്ങൾ വരുന്നു. ആസിഫ്, എൻ്റെ മോനെ 3 പടങ്ങളിൽ 3 കഥാപാത്രങ്ങളാണ് ഈ കഴിഞ്ഞ പടങ്ങളിൽ ഇയാൾ ചെയ്തത്. ഇതിൽ വേറൊരു സാധനം, ഇതിൽ ആസിഫ് ഒരു രക്ഷയില്ല. സിമ്പിളായിട്ടുള്ള ഓരോന്ന് ചെയ്തു പോകണത് ഒരു ഞാൻ പറയലട, ഇതിപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾ പോയി കാണുക. അപർണ ബാലമുരളി പ്രധാന റോളിലുണ്ട്. അപർണ ബാലമുരളിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടിയാണ് പ്രേക്ഷകൻ ചിന്തിച്ചു പോണത്. അപ്പം അപർണ ബാലമുരളി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നമ്മളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, ഇതെന്താണ് ഏതാണെന്നുള്ളത്. അവിടെ നിന്ന് പടം അങ്ങോട്ട് വ്യതിചലിച്ച് നമ്മൾ ഇതിലുള്ള ഓരോരുത്തരുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടി ചിന്തിക്കാൻ തുടങ്ങും. അതിൽ തന്നെ വിജയരാഘവൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇതാണ്. ഭയങ്കര നമുക്ക് ഇമോഷണലായി പോകും അവസാനമൊക്കെ ആകുമ്പം. ഇതിന് നിങ്ങൾ മിസ്റ്റർ ത്രില്ലർ എന്ന, സസ്പെൻസ് ത്രില്ലർ എന്ന, അല്ലെങ്കിൽ ഇമോഷണൽ ത്രില്ലർ എന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെ എല്ലാ രീതിയിലും ഇത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. തുടക്കത്തിൽ ഈ കുറച്ച് സ്ലോ പരിപാടി ഒഴിച്ചു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണം. ആ സിനിമയ്ക്ക് ആ രീതിയിൽ തന്നെ പോയാലേ ലാസ്റ്റത്തെ ആ ഒരു സാധനം നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആ രീതി തന്നെയാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ജഗദീഷ് ഇതെല്ലാം യുണീക്ക് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്. യുണീക്ക് കഥാപാത്രങ്ങളാണ്. ഈ വിജയരാഘവൻ്റെ ഈ കഥാപാത്രത്തിന് മുമ്പ് ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കാണാത്ത സിനിമ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അത്രയ്ക്ക് യുണീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ്. സിനിമ നടക്കുന്ന ഹാപ്പനിങ്സും അങ്ങനെ തന്നെയാണ്. അശോകൻ ഉണ്ട്, നികളൽ രവി തമിഴ് നടനുണ്ട്, പുള്ളിക്കാരൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. നിഷാൻ, നമ്മുടെ ചേച്ചി ചോദിച്ചാണ് നിഷാനല്ലേ, കുറേ ദിവസം ആയി കണ്ടിട്ട്. പുള്ളിക്കാരൻ ഇത്രയും മെച്ചൂർഡൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കോട്ടയ രമേശ്, ഷെബിൻ ബെൻസൺ, മേജർ രവി, ജിബിൻ ഗോപിനാഥ്, മാസ്റ്റർ ആരവ്, ചെറുക്കനും കിടിലുമായിരുന്നുണ്ട്. ഇതിലെല്ലാവർക്കും ഇതിൽ ഈ പറഞ്ഞ ഈ കുരങ്ങന്മാർക്ക് സഹിതം അതിൻ്റേതായ ഇമ്പോർട്ടൻസ് സിനിമയ്ക്കുണ്ട്. തോക്ക്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് സിനിമ, കാട്, അതിൻ്റെ വന്യത, അവിടെ ഉണ്ടാകുന്ന ആ നിഗൂഢത, ഇതിനെല്ലാം സിനിമയിൽ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ വേറൊരു നടി കൂടി ഉണ്ട് കേട്ടോ, വൈഷ്ണവി രാജ് എന്നാണ് പറയുന്നത്. ഒരുപാട് സ്ക്രീൻ ടൈം ഒന്നുമില്ല, ഉള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അത് കിടുവായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. ബാഹുൽ തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. മുജീബിൻ്റെ മ്യൂസിക്, സൂരജിൻ്റെ എഡിറ്റിങ്, എല്ലാ സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മറ്റേ AR-റഹ്മാനേക്കാളും ഭയങ്കര പടമാണ് ഇതെന്നുള്ള രീതിയിൽ പറയണമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അങ്ങനെയല്ല, രണ്ട് രീതിയിലുള്ള സിനിമകളാണ്. മറ്റേത് ഞാൻ പിന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ തിയേറ്ററിൽ
സൈഡിലൊക്കെ റോഡിലൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതെൻ്റെ പ്രൈവറ്റ് പ്ലേസ് ആണല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അത് മാത്രമല്ല, ആ സിനിമ എന്തായാലും നിങ്ങളെല്ലാവരും കാണും, തിയേറ്ററിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ സിനിമ പരാജയപ്പെടാൻ പാടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് എഴുതി ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ തരുമ്പോഴേക്കും ഈ കഴിഞ്ഞ സിനിമകളെ പോലെ തിയേറ്ററിൽ അവഗണിക്കരുതെന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ട് കഴിഞ്ഞ് തീർന്നതിന് ശേഷം ഞാൻ തുടക്കം മുതൽ വീണ്ടും വീണ്ടും ഓരോ സീനും, ഓരോ രംഗങ്ങളും, ഓരോ കഥാപാത്രത്തിൻ്റെ, പ്രധാനമായിട്ടും വിജയരാഘവൻ്റെ ആ ഒരു അവസ്ഥ അത് നമുക്ക് ഫീൽ ചെയ്യൂടെ. നമുക്ക് ഇവരുടെ എല്ലാം ഈ ടെൻഷനും പ്രഷറും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. അത്രയേറെ സിനിമയായിട്ട് കണക്റ്റായി ഇത് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ദഹിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടറേ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് കിഷ്കിന്ധാകാന്ഡമെന്ന് ഞാൻ നിസ്സംശയം പറയും. ജോജിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് മിസ്സാക്കരുത്. എന്നാൽ ഭയങ്കര വയലൻസോ സൈക്കോ കൊലപാതകങ്ങളോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഉണ്ട്, ക്രൈമുണ്ട്, മിസ്റ്ററി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര ഇമ്മേഴ്സീവായിട്ട് ഇഴുകിച്ചേർന്ന് സിനിമയായിട്ട് കണക്റ്റായി ആ മിസ്റ്ററിയും ആ സസ്പെൻസും ആ ഇമോഷൻസും ഒക്കെ ഉൾക്കൊണ്ട് തന്നെ ആസ്വദിച്ച് കണ്ട ഒരു സിനിമയായിരുന്നു കിഷ്കിന്ധാകാന്ഡം. എന്തരാ വരട്ടെ.